നേരത്തെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സർവീസ് ബിസിനസ് ഓണർ, അദ്ദേഹം ഒരു ചെറിയ സ്മോൾ സർവീസ് ബിസിനസ് റൺ ചെയ്യാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം നല്ല രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പറയും, എനിക്ക് ഇന്ന ക്ലയന്റ് ക്ലോസ് ആയി, ഇത്ര ഡീല് ക്ലോസ് ആയി, നല്ലപോലെ ബിസിനസ് വരുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ത്രിൽഡ് ആണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ ക്ലയൻസിനെ ക്ലോസ് ചെയ്യുന്നു, ഇങ്ങനെ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നു, ക്ലയന്റിനെ കൊണ്ടുവരുന്നു, ഡീല് ക്ലോസ് ചെയ്യുന്നു, ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മന്ത് എൻഡിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇതിൽ ബിസിനസ്സിൽ കാശ് കാണുന്നില്ല. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എത്ര ബിസിനസ്സും ചെയ്തോട്ടെ, നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ക്യാഷ് ഫ്ലോ നമ്മുടെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ നമുക്ക് സാലറി എടുക്കാൻ പറ്റില്ല, നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പറ്റില്ല, നമുക്കുള്ള ബിൽസ് പേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ പേയ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വി ഗെറ്റ് ഇൻ ടു എ സിറ്റുവേഷൻ വേർ വി സ്റ്റക്ക്. അങ്ങനെ ഒരുപാട് പ്രോഫിറ്റുകളോടെ ഒരുപാട് ക്ലയന്റുകളുള്ള കമ്പനികൾ ആ ഒരു പ്രശ്നം കൊണ്ട്, നമ്മുടെ ക്യാഷ് ഫ്ലോ ഇഷ്യൂവിനെ കൊണ്ട് കമ്പനികൾ പൂട്ടിപ്പോകുന്ന പല ഗതികേടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അറ്റ് ദ സെയിം ടൈം വെൻ വി ആഡ് മോർ ക്ലയൻസ് ടു അവർ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ക്ലയൻസിനെ ആഡ് ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മൾ വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ബിസിനസ് ഓണർ ആയ സ്ഥിതിക്ക് നമ്മളാണ് അതിന് ഉത്തരവാദി. ഇപ്പൊ നാളെ സാലറി കൊടുക്കാൻ കാശില്ലെങ്കിൽ നമ്മളോടാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അവസാനം ലോൺ അടക്കാൻ കാശില്ലാത്ത രീതിയിൽ കമ്പനി പൂട്ടേണ്ടി വരും. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. നമുക്ക് ഒരുപാട് ബില്ലുകളും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും വളരെ ഫ്രീക്വന്റ് ആയിട്ട് എവറി മന്ത്ലി എവറി വീക്കിലി നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കമ്പനിയിൽ കൂടുതൽ ക്ലയൻസുകൾ ഓൺബോർഡ് ചെയ്യിക്കാനും കാര്യങ്ങളൊക്കെ. കാരണം കുറെ ക്ലയൻസുകൾ ക്ലോസ് ആവും, പക്ഷേ അവർ ബില്ല് പേ ചെയ്യില്ല, ചിലപ്പോൾ ക്രെഡിറ്റിലായിരിക്കും ഉണ്ടാവുക, കാശ് കിട്ടില്ല, നമുക്ക് ഒരുപാട് ബില്ലുകൾ പേ ചെയ്യാനുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം എവറി വൺ പ്ലീസ് ലുക്ക് അറ്റ് യുവർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എവറി ഫ്രീക്വന്റ്ലി. എന്നാലും നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ക്ലയന്റുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ബിസിനസ് നല്ലപോലെ നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യു ക്യാൻ ബുക്ക് എ കോൾ വിത്ത് മീ. മൈസെൽഫ് സുഹാസ് ചപ്പാലി. ഐ ആം ആൻ ഇന്റർനാഷണൽ ബിസിനസ് കോച്ച് ആൻഡ് പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ്. Next time I will come with a very valuable information, so stay tuned. Bye bye.